ഹായ് ഹലോ ഇന്ന് നമ്മൾ ഫാക്ടർ ഗ്രൂപ്പ്സ് എന്ന ഈ ഒരു സെക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ നോർമൽ സബ് ഗ്രൂപ്പ്സ് എന്താണെന്നും ആൻഡ് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസുമാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് റിസൾട്ടുകളും പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഫാക്ടർ ഗ്രൂപ്പ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫാക്ടർ ഗ്രൂപ്പ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാക്ടർ ഗ്രൂപ്പ്സ് ഡിഫൈൻ ചെയ്യണം. ഫാക്ടർ ഗ്രൂപ്പ്സ് ഡിഫൈൻ ചെയ്യുന്നതിന് മുൻപേ നമ്മൾക്ക് ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാനുണ്ട്. ആൻഡ് ആ ഒരു റിസൾട്ട്, അതായത് ദിസ് തിയറം, ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അതാണ് ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എച്ച് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. എന്താണ് ഒരു ഗ്രൂപ്പും അതിൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ദെൻ ദ സെറ്റ് ജി ഓവർ എച്ച്, ഇതെങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്? ജി ഓവർ എച്ച്. ആൻഡ് ജി ഓവർ എച്ച് എന്താണ്? ജി ഓവർ എച്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച്. അല്ലേ, ഈ ഒരു കളക്ഷൻ ദ സെറ്റ് ഓഫ് ഓൾ എ എച്ച് സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ജി എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് എച്ച്. എച്ച് നോർമൽ ആയതുകൊണ്ട് നമ്മൾക്ക് എ എച്ച് ഈക്വൽ ടു എച്ച് എയുമായിരിക്കും. സോ ദിസ് സെറ്റ് ഈസ് ഓൾസോ ഈ ഒരു ഫോമിൽ നമ്മൾക്ക് എഴുതാം. എങ്ങനെയാണ്? എച്ച് എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ജി. സോ ജി ഓവർ എച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു എച്ച് എ സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു ജി. കാരണം എന്താണ്? എച്ച് നോർമൽ ആയതുകൊണ്ട് എ എച്ച് ഈക്വൽ ടു എച്ച് എ ആയിരിക്കും. അപ്പം നമ്മൾ കൺഫ്യൂഷൻ ഒന്നും വരാതിരിക്കാൻ ത്രൂ ഔട്ട് ലെഫ്റ്റ് കോസെറ്റ്സിൽ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾക്ക് ഇതെല്ലാം വേണമെങ്കിൽ ത്രൂ ഔട്ട് റൈറ്റ് കോസെറ്റ്സിൽ മാത്രവും ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജി ഓവർ എച്ച് ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റ് എന്തായിരിക്കും എന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? വിച്ച് ഈസ് എ ഗ്രൂപ്പ് അണ്ടർ ദ ഓപ്പറേഷൻ എ എച്ച് ബി എച്ച് ഇസ് ഈക്വൽ ടു എ ബി എച്ച്. എന്താ പറയുക? വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേഷൻ ദിസ് സെറ്റ് വിൽ ബി എ ഗ്രൂപ്പ്. ഇപ്പം ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് റൈറ്റ് കോസെറ്റ്സിൻ്റെ മാത്രം കളക്ഷൻ ആയിട്ടാണെങ്കിൽ ഈ ഓപ്പറേഷൻ എന്തായി തരും? എച്ച് എ എച്ച് ബി ഈക്വൽ ടു എച്ച് എ ബി. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷനൊന്നും വേണ്ട. നമ്മൾ ത്രൂ ഔട്ട് ലെഫ്റ്റിൽ തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഫാക്ടർ ഗ്രൂപ്പ്? ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞല്ലോ. എന്താണ് ഇപ്പോൾ ഫാക്ടർ ഗ്രൂപ്പ്? ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് ലെറ്റ് എച്ച് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ദെൻ ദ സെറ്റ് ജി ഓവർ എച്ച് which consists of all left cosets of H is a group under the operation AH BH is equal to ABH, and this group is called as factor group. ആക്ച്വലി ഈ ജി ഓവർ എച്ച് എന്ന് പറഞ്ഞ നൊട്ടേഷൻ ഒന്ന് നോക്കിക്കുക. നമ്മൾ ഡിവിഷൻ അങ്ങനെ തന്നെയല്ല എഴുതാറ്, ഏകദേശം സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഡിവിഷനിൽ എന്താണ് നമ്മൾ പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഈക്വലായിട്ട് പാർട്ടീഷൻ ചെയ്യുന്നു. 6/2 എന്ന് വെച്ചാൽ 6നെ 2 വെച്ച് പാർട്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ 3 എലമെൻറ്റ്സ് വീതം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ജി ഓവർ എച്ചിൽ എന്താണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്? ജിയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എച്ച് യൂസ് ചെയ്ത് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ജിയിൽ നിന്ന് ഞാൻ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് എക്സാക്ട്ലി ഒരു കൊസെറ്റിലേ ഉണ്ടായിരിക്കത്തുള്ളൂ. ഏതെങ്കിലും ഒരൊറ്റ കൊസെറ്റിലേ ഉണ്ടായിരിക്കത്തുള്ളൂ, ഒന്നിൽ കൂടുതൽ കൊസെറ്റ്സിൽ ഉണ്ടായിരിക്കത്തില്ല. നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്യുന്നു യൂസിങ് എച്ച്. എന്തിനെ? ദ ഹോൾ ഗ്രൂപ്പ് ജീനെ. അതുകൊണ്ടാണ് നമ്മളുടെ നൊട്ടേഷനൊക്കെ സിമിലർ ആയിട്ട് വന്നിരിക്കുന്നതും. ഓക്കെ, ആൻഡ് ആ ഓരോന്നിൻ്റെ അകത്ത് ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ഈക്വൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എച്ചിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്ര തന്നെ എലമെൻറ്റ്സ് ഓരോ കോസെറ്റിലും ഉണ്ടായിരിക്കും. നൗ നമ്മൾക്കിനി ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഫസ്റ്റ് എന്ത് വേണമെന്ന് വെച്ചാൽ നോക്കിക്കേ. ഇവിടെ ഇപ്പോൾ നമ്മൾ ഓപ്പറേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്? എ എച്ച് ബി എച്ച് ഇസ് ഈക്വൽ ടു എ ബി എച്ച്. ഇങ്ങനെയാണല്ലോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ എ എച്ച് എവിടെയുള്ള എലമെൻ്റാണ്? ജി ഓവർ എച്ചിലുള്ളൊരു എലമെൻ്റാണ്. ബി എച്ചോ അതും ജി ഓവർ എച്ചിലുള്ളൊരു എലമെൻ്റാണ്. അതായത് ഞാൻ എ എച്ച് ബി എച്ച് എന്ന് പറയുന്ന ആ ഒരു ഓർഡയുടെ പേര് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടായിരിക്കും? ജി ഓവർ എച്ച് ക്രോസ് ജി ഓവർ എച്ചിലുണ്ടായിരിക്കും. ആൻഡ് എ ബി എച്ച് എവിടെയുള്ള എലമെൻ്റാണ്? അതും ജി ഓവർ എച്ചിലുള്ളൊരു എലമെൻ്റാണ്, അല്ലേ?
അപ്പോൾ നമ്മൾക്കിത് ഈ ഒരു ഓപ്പറേഷൻ ആക്ച്വലി എന്താണ്, ഈ ഒരു പെയറിനെ ഈ ഒരു കൊസെറ്റിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫങ്ഷനാണ്. അതായത് G/H ക്രോസ് G/Hൽ നിന്ന് G/Hലോട്ടുള്ളൊരു ഫങ്ഷനാണ് വിച്ച് ഈസ് ഡിഫൈൻഡ് ബൈ ദിസ്. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തതല്ലേ, അത് വെൽ ഡിഫൈൻഡ് ആണെന്ന് നമ്മൾക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്? അതായത് നമ്മൾക്ക് അറിയുന്നൊരു റിസൾട്ടാണ്, ഏത് കൊസെറ്റ് AH കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതേ കൊസെറ്റിന് നമ്മൾക്ക് വേറെ എലമെൻറ്റ് വെച്ചും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എപ്പോൾ? ഇഫ് ആൻഡ് ഓൺലി ഇഫ് B ബിലോങ്സ് ടു AH. അപ്പോൾ അങ്ങനെ ഇതൊരു റിസൾട്ടായിട്ട് തന്നെ ഉണ്ട് നമ്മൾക്ക്. അപ്പോൾ ഞാൻ AH എന്ന് പറയുന്ന കൊസെറ്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ A' എന്ന് പറയുന്നത് AHലുണ്ടെങ്കിൽ നമ്മൾക്ക് AHനെ A'(H) എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ B' ബിലോങ്സ് ടു BH ആണെങ്കിൽ ഇതേ BHനെ തന്നെ നമ്മൾക്ക് B'(H) എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു റൂൾ പ്രകാരം നമ്മൾക്ക് AH BH = ABH ആണെന്ന് കിട്ടും. ഇനി ഇതേ AH BHനെ നമ്മൾക്ക് എങ്ങനെയും എഴുതാം. ദിസ് ഇസ് ഈക്വൽ ടു AH = A'(H) BH = B'(H) ആയതുകൊണ്ട് A'(H) B'(H) എന്ന് നമ്മൾക്ക് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇനി ഈ റൂൾ അപ്ലൈ ചെയ്യുന്നവർ എന്ത് കിട്ടും? A' B'(H). നോക്കിക്കേ, AH BH = ABH എന്ന് കിട്ടി. ഇവിടെ AH BH = A' B'(H) എന്ന് കിട്ടിയിരിക്കുന്നു. ഈ ഒരു റൂള് വെൽ ഡിഫൈൻഡ്, ഈ ഒരു മാപ്പ് ഫങ്ഷൻ വെൽ ഡിഫൈൻഡ് ആവണമെങ്കിൽ നമ്മൾക്ക് എന്താണ്, ഇത് രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? എങ്കിലല്ലേ ഒരൊറ്റ ഇമേജ് ഉള്ളൂ എന്ന് വരത്തുള്ളൂ, ഒരേ ഒരു ഇമേജേ ഉള്ളൂ എന്ന് വരത്തുള്ളൂ അല്ലേ? ഒന്നിൽ കൂടുതൽ ഇമേജ് ഫങ്ഷൻ ഉണ്ടാവില്ലല്ലോ. ഒരേ ഇമേജ് ഫങ്ഷൻ ഉണ്ടാകും, എന്തായാലും ഒരു ഇമേജ് ഉണ്ടായിരിക്കുകയും വേണം. അപ്പോഴേ ആ ഒരു നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കാര്യം എന്താവത്തുള്ളൂ, ഒരു ഫങ്ഷൻ ആവത്തുള്ളൂ. സോ ഇതാണ് നമ്മൾ ഈ ഒരു മാപ്പ്, ഈ ഒരു ഫങ്ഷൻ വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള റീസൺ. നമ്മൾക്ക് ഒരേ കൊസെറ്റ്സിനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് രണ്ട് കൊസെറ്റ്സിലോട്ട് മാപ്പ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ എഴുതിയിരിക്കുന്നത് പ്രകാരം. പക്ഷേ നമ്മൾക്ക് എന്താണ്, നമ്മളിനി പ്രൂവ് ചെയ്യും. എന്ത് പ്രൂവ് ചെയ്യും? ABH = A' B'(H) എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. സോ നമ്മൾക്ക് ആ ഒരു പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. First, show that the operation is well defined. ഞാൻ റീസൺ പറഞ്ഞു. And assume that for some A', B and B' in G, we have AH is equal to A'(H) and BH is equal to B'(H). അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടെന്ന് എഴുതി. അപ്പോൾ ഞാൻ ആ ഒരു പറഞ്ഞ റിസൾട്ട് പ്രകാരം ഈ ഒരു റിസൾട്ട് ഏതാണ്? ഈ റിസൾട്ട് പ്രകാരം നമ്മൾക്ക് എന്താ, A' AHലുണ്ടായിരിക്കും, B' BHലുണ്ടായിരിക്കും. അപ്പോൾ AHൽ വരുന്ന എലമെൻസിൻ്റെ ഫോം എന്തായിരിക്കും എന്നറിയാലോ. സോ അതുകൊണ്ട് A' = ഏത് ഫോമിലാണ്? A × H എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും. വേർ H ബിലോങ്സ് ടു വാട്ട്? ദ സബ് ഗ്രൂപ്പ് H. ആൻഡ് BHും ഏത് ഫോം? B' ഏത് ഫോമിലായിരിക്കണം? B' is equal to BH' for some H' in H. ഓക്കെ, സോ നമ്മൾക്ക് ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് ഡയറക്റ്റ് പറയാം. ഇനി കൺസിഡർ AH BH. Then this is equal to ABH. Also AH BH is equal to എന്താണ്? A'(H) H B'(H' ആണ്. ആൻഡ് Hഉം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്താണ്? നമ്മൾക്ക് Hൽ നിന്ന് ഏത് H എടുത്താലും H is equal to എന്താണ്? ഇറ്റ് സെൽഫാണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഈ H നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് A'(H) എന്ന് എഴുതാം. അതുപോലെ തന്നെ ഇവിടെയും H' ബിലോങ്സ് ടു H ആയതുകൊണ്ട് B'(H) എന്ന് എഴുതാം. ഇനി ഈ ഒരു റൂള് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A' B'(H) എന്ന് കിട്ടും. സോ വി നീഡ് ടു ഷോ ദാറ്റ് ABH is equal to A' B'(H). ഒരു കൺഫ്യൂഷനും വേണ്ട. ഞാൻ ഈ തിയറം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം കുറച്ച് നല്ല വൃത്തിക്ക് ഇവിടെ എഴുതി എന്ന് മാത്രം. ഓക്കെ,
നൗ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ എ ഡാഷ് ബി ഡാഷ് എച്ച്. എ ഡാഷ് എന്താണ്? എ എച്ച് ആണ്. ബി ഡാഷ് എന്താണ്? ബി എച്ച് ഡാഷും. സോ എ എച്ച് ബി എച്ച് ഡാഷ് എച്ച് എന്ന് വരും. അപ്പോൾ നമ്മൾക്കിതിനെ എങ്ങനെ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ എ എച്ച് ബിനെ ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്തു. അപ്പോൾ എ എച്ച് ബി എച്ച് ഡാഷ് എച്ച് എന്ന് എഴുതാം. ഇനി എച്ച് ഡാഷ് ബിലോങ്സ് ടു എച്ച് ആയതുകൊണ്ട് എച്ച് ഡാഷ് എച്ച് എന്ത് തന്നെയാണ്? എച്ച് തന്നെയാണ്. സോ ഇവിടെ നമ്മൾക്ക് എന്തെഴുതാം? എ എച്ച് ബി എച്ച് എന്ന് എഴുതാം. ഓക്കെ, ഇനി ഞാൻ അഗെയിൻ ഗ്രൂപ്പ് ചെയ്യുന്നു. എ എച്ചിനൊരു ഗ്രൂപ്പിലിട്ടു, ദെൻ എച്ച് ബി, ബീനെ എച്ച് വെച്ച് ഓപ്പറേറ്റ് ചെയ്തു. ഇനി എച്ച് നോർമൽ ആയതുകൊണ്ട് ബി എച്ച് ഈക്വൽ ടു എന്താണ്? എച്ച് ബി ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി നമ്മൾക്ക്? എ എച്ച് എച്ച് ബി എന്ന് വന്നു. ഇനി ഞാൻ അഗെയിൻ ഈ എച്ചിനെ എച്ച് ബി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ എച്ച് എച്ച് ബി എന്ന് വരും. എഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. നമ്മൾക്ക് എന്താണ്? എച്ച് എന്ന് പറയുന്നത് എന്താണ്? എച്ച് ആണ്. കാരണം എച്ച് ബിലോങ്സ് ടു എച്ച് ആയതുകൊണ്ട്. സോ ഇവിടെ നമുക്ക് എച്ചിനെ ക്യാൻസൽ ചെയ്തിട്ട് എന്തെഴുതാം? എ എച്ച് ബി എന്നെഴുതാം. എഗെയിൻ എച്ച് നോർമൽ ആയതുകൊണ്ട് എച്ച് ബി ഈക്വൽ ടു ബി എച്ച് ആയിരിക്കും. സോ ബി എച്ച് എന്നെഴുതാം. അപ്പോൾ എന്ത് കിട്ടി? ദിസ് ഈസ് ഈക്വൽ ടു എ ബി എച്ച് എന്ന് കിട്ടി. അതായത് എ ഡാഷ് ബി ഡാഷ് എച്ച് ഇസ് ഈക്വൽ ടു വാട്ട്? എ ബി എച്ച് എന്ന് കിട്ടി. അപ്പോൾ എന്താണ് നമ്മൾക്ക് പറയാനുള്ളത് ഇതിൽ നിന്ന്? ഇപ്പോൾ ഒരേ കൊസറ്റിനെ തന്നെ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് വെച്ച് നമ്മൾക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് ആ കൊസറ്റിൽ ഉണ്ടെങ്കിൽ എങ്കിലും നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്പറേഷൻ എന്താണ്? വെൽ ഡിഫൈൻഡ് ആണ്. നമ്മൾക്ക് ഏത് എലമെൻറ്റ് വെച്ച് ഓപ്പറേറ്റ് ചെയ്താലും മാപ്പ് ചെയ്യപ്പെടുന്ന ആ ഒരു കൊസറ്റ്, ഏത് കൊസറ്റിലോട്ടാണ് മാപ്പ് ചെയ്യപ്പെടുന്നത് ആ കൊസറ്റ് യുണീക്ക് ആയിരിക്കും. ഓക്കെ, so this implies a dash b dash h is equal to a b h, and this is true for any a dash b and b dash. So the operation is well defined. അപ്പോൾ നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് എന്താണ്? ഗ്രൂപ്പ് ആവാൻ വേണ്ടത് എന്തൊക്കെയാണ്? ആ ഒരു ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആയിരിക്കണം. വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷനിൽ ഒരു ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേഷനിൽ എന്താണ്? എല്ലാ എലമെൻറ്റ്സിൻ്റെ ഇൻവേഴ്സ് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്കിനി പ്രൂവ് ചെയ്യണം. സോ ഫസ്റ്റ് അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാം. ലെറ്റ് എ എച്ച് ബി എച്ച് സി എച്ച് ബിലോങ്സ് ടു ജി ഓവർ എച്ച് ആൻഡ് കൺസിഡർ എ എച്ച് ബി എച്ച് സി എച്ച്. So here AH BH is equal to ABH. So ABH CH and ABH CH is equal to ABCH. അപ്പോൾ ABC ഈ എയും ബിയും സി ഒക്കെ എവിടെ ഉള്ളതാണ്? വിച്ച് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് ജി. സോ ABC is equal to ABC. So here ABCH, this is equal to ABCH. Clear? Now by using the operation ABCH is equal to AHBCH and AH, this is equal to AHBHCH, and this is true for any AHBHCH in G over H. Therefore the operation is associative. ഇപ്പോൾ നമ്മൾക്ക് ഓപ്പറേഷൻ അസോസിയേറ്റീവ് ആണെന്ന് കിട്ടി. ഇനി അടുത്തത് ഐഡൻറ്റിറ്റി ഏതാണെന്ന്, ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നത് പ്രൂവ് ചെയ്യണം. സോ കൺസിഡർ ഇ എച്ച് വേർ ഇ ഈസ് ദ ഐഡൻറ്റിറ്റി ഇൻ ജി. ജിയുടെ ഐഡൻറ്റിറ്റി ചൂസ് ചെയ്യാം. അപ്പോൾ എച്ച് നോർമൽ സബ് ഗ്രൂപ്പ്, നോർമലാണ് സബ് ഗ്രൂപ്പാണ്. നോർമൽ സബ് ഗ്രൂപ്പ്സ് ആർ സബ് ഗ്രൂപ്പ്സ്. ദെർഫോർ എച്ചിൽ എന്തുണ്ടായിരിക്കും? ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? എച്ച് തന്നെയായിരിക്കും. ഓക്കെ, സോ കൺസിഡർ ഇ എച്ച് ആൻഡ് ഇ എച്ച് ഇസ് ഈക്വൽ ടു എച്ച് ആൻഡ് കൺസിഡർ an arbitrary element AH in G over H. Then AH EH is equal to AEH and this is equal to AH, and A can be written as EA.
So this is equal to EAH, and EAH is equal to EHAH. Therefore നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണ്? ഏത് ഗ്രൂപ്പിൽ നിന്ന് ഏത് എ എടുത്താലും എ ഇ ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു ഇ എ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ എക്കും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രകാരം നമ്മൾക്കിപ്പോൾ ഇവിടെ എന്ത് കിട്ടി? G/Hൽ നിന്ന് ഏത് ലെഫ്റ്റ് കൊസറ്റ് AH കൺസിഡർ ചെയ്താലും AH EH is equal to AH and this is equal to EHAH എന്ന് കിട്ടി. So this implies that EH is the identity in this group, in this set with respect to the given operation. And EH എന്ത് തന്നെയാണ്? H തന്നെയാണ്. സോ H തന്നെയാണ് എന്തായിത്തീരുന്നത്? ഇവിടെ ഐഡൻറ്റിറ്റി എലമെൻ്റ് ആയിട്ട് മാറുന്നത്. സോ ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കിട്ടി. ഇനി ഇൻവേഴ്സ് കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഫോർ ദാറ്റ് കൺസിഡർ A in G. ഓക്കെ, ദെൻ then we can അപ്പോൾ A belongs to G ആയതുകൊണ്ട് AHും ഇവിടെ A എന്നുണ്ട്, നോട്ട് ചെയ്യുക. AHും A ഇൻവേഴ്സ് Hും എവിടെ ഉണ്ടായിരിക്കും? G/Hൽ ഉണ്ടായിരിക്കും അല്ലേ? ജിയിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും, ഏതൊരു എലമെൻ്റ് A എടുത്താലും A ഇൻവേഴ്സ് എവിടെ ഉണ്ടായിരിക്കും? വിച്ച് ബിലോങ്സ് ടു G ആയിരിക്കും. ആൻഡ് A യൂസ് ചെയ്ത് നമുക്കൊരു കൊസറ്റ് AHും A ഇൻവേഴ്സ് യൂസ് ചെയ്തൊരു കൊസറ്റ് A ഇൻവേഴ്സ് Hും എന്തായാലും എക്സിസ്റ്റ് ചെയ്യും അല്ലേ? ഇനി കൺസിഡർ AH A ഇൻവേഴ്സ് H. അപ്പോൾ നമ്മളുടെ ഓപ്പറേഷൻ പ്രകാരം ദിസ് ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് H. ആൻഡ് A ഇൻവേഴ്സ് എന്താണ്? ഐഡൻറ്റിറ്റിയാണ് അല്ലേ? അപ്പോൾ EH എന്ന് കിട്ടി. ഇനി A ഇൻവേഴ്സ് H AH ഇസ് ഈക്വൽ ടു എന്താണ്? A ഇൻവേഴ്സ് AH ആൻഡ് ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു EH. അപ്പോൾ ഇത് രണ്ടും ഐഡൻറ്റിറ്റിക്ക് ഈക്വലായിട്ട് വരുന്നുണ്ട്. സോ നമ്മൾക്ക് എന്താണ്? AHൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? A ഇൻവേഴ്സ് H ആയിരിക്കും. ആൻഡ് ഞാൻ G/Hൽ നിന്ന് ഏത് കൊസറ്റ് AH എടുത്താലും നമ്മൾക്ക് എന്താണ്? A ഇൻവേഴ്സ് H ആയിരിക്കും അതിൻ്റെ ഇൻവേഴ്സ് ആയിട്ട് വരിക. സോ എല്ലാ എലമെൻസിനും G/Hൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ എന്താണ് ഇപ്പോൾ the operation that we defined here is well defined, and with respect to that operation that operation is associative, and with respect to that operation നമ്മൾക്ക് എന്താണ്? ഐഡൻറ്റിറ്റിയും ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ദിസ് ഗ്രൂപ്പ് ഈസ് this set together with this operation is a group, and this group is called as factor group. Okay, അപ്പോൾ ഇതാണ് ഫാക്ടർ ഗ്രൂപ്പ്. ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ ഈ ഒരു റിസൾട്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ദെൻ അതിൻ്റെ കൂടെ ഒന്നുകൂടെ ചേർക്കണം. ദെൻ ദിസ് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആസ് ഫാക്ടർ ഗ്രൂപ്പ്. ഓക്കെ, ഇനി നമ്മൾക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തത് എന്തായിരുന്നു? H നോർമൽ ആണെങ്കിൽ ആ ഒരു ഗിവൺ ഓപ്പറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഗിവൺ ഓപ്പറേഷൻ G/H വിൽ ബി എ ഗ്രൂപ്പ് എന്നാണ് ഡിഫൈൻ എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് എന്താണ് പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ, ദിസ് ഇസ് ആക്ച്വലി എ നോട്ട് ആൻഡ് എ റിസൾട്ട്. ഓക്കെ, ദിസ് ഇസ് ആക്ച്വലി എൻ ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. ഇപ്പോൾ ഞാൻ ഏത് കൊസറ്റ് AH BH കൺസിഡർ ചെയ്താലും, ഓക്കെ, ഫോർ എനി എലമെൻറ്റ്സ് ഇൻ G കൺസിഡർ ദ കൊസറ്റ്സ് AH ആൻഡ് BH. If AH BH is equal to ABH for all AB in G ആണെങ്കിൽ, അല്ലെങ്കിൽ ഏത് കൊസറ്റ്സ് എടുത്താലും AH BH is equal to ABH ആവുന്നുണ്ടെങ്കിൽ ആ ഒരു സബ് ഗ്രൂപ്പ് നോർമൽ ആയിരിക്കും എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. എന്താണ്? G എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് കൺസിഡർ ചെയ്തു, H എന്ന് പറയുന്നത് ജിയുടെ ഒരു സബ് ഗ്രൂപ്പാണ്. ആൻഡ് Hൻ്റെ എല്ലാ കൊസറ്റ്സിനും AH BH is equal to ABH എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ H നോർമൽ ആയിരിക്കും. ദിസ് ഇസ് ദ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇത് അസ്യൂം ചെയ്യണം, H നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് നമുക്ക് H നോർമൽ ആവാനൊരു റിസൾട്ടുണ്ട്. എന്താണ്? H നോർമൽ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഒരു ഇക്വലൻ്റ് റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എനി X ഇൻ G, X H X ഇൻവേഴ്സ്
ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച്. അങ്ങനെയാണെങ്കിൽ എച്ച് നോർമൽ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എച്ച് നോർമൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഒരു ചേഞ്ച് ഉണ്ട്. എക്സ് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ആ ഒരു നൊട്ടേഷന് പറയും ഞാൻ എ എന്നൊരു നൊട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. സോ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, ഇഫ് എ ബിലോങ്സ് ടു ജി വി മസ്റ്റ് ഷോ ദാറ്റ് AH A inverse belongs to H for all H in H. അതെന്തുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ ഷോ ചെയ്യണമെന്ന് പറഞ്ഞത്? നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? AH A inverse contained in H എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും അത് ഏത് ഫോമിലായിരിക്കും? AH A inverse എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും അല്ലേ? ഫോർ സം H in H. അപ്പോൾ ഇതിലുള്ള എല്ലാ എലമെൻറ്റ്സും എച്ചിലുണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഈ ഒരു സെറ്റ് എച്ചിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടും. അത് ആക്ച്വലി ഗ്രൂപ്പാണ്. ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പാണെന്ന്. സോ വി മസ്റ്റ് ഷോ ദാറ്റ് AH A inverse belongs to H for all H in H. For that, let H belongs to H. Then HAH is equal to wait. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി. കാരണം നമ്മൾ ഓപ്പറേഷൻ അസ്യൂം ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് കോസെറ്റിലാണ്, ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് റൈറ്റ് കോസെറ്റിലാണ്. നമ്മൾക്കത് ചേഞ്ച് ചെയ്ത് എഴുതാനിപ്പോൾ പറ്റത്തില്ല. കാരണം നോർമലാണെന്നൊന്നും തന്നിട്ടില്ല. ഈ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾക്ക് AH BH ഈക്വൽ ടു ABH മാത്രമേ തന്നിട്ടുള്ളൂ. സോ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് for that let H belongs to H, then consider HAH. ഓക്കെ, അപ്പോൾ HAHനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഇപ്പോൾ AB എന്നായിരുന്നെങ്കിൽ AH BH എന്നല്ലേ എഴുതുക. അതുപോലെ തന്നെ ഇവിടെ HH AH എന്ന. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു HH എന്ന് പറയുന്നത് H ബിലോങ്സ് ടു H ആണ്. സോ HH ഇസ് ഈക്വൽ ടു EH ആണ്. കാരണം എന്താണ്? ഇയും എച്ചിലുള്ളത് കൊണ്ട് അല്ലേ? HH ഇസ് ഈക്വൽ ടു H ആണ്. ആൻഡ് ഐഡൻറ്റിറ്റിയും എച്ചിലുള്ളൊരു എലമെൻ്റ് ആണ്. സോ ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു H. സോ EH ഈക്വൽ ടു HH ഈക്വൽ ടു H. അപ്പോൾ എനിക്കിവിടെ HHന് പകരം EH എന്ന് എഴുതാം. വേർ E is the identity. അപ്പോൾ EH AH എന്ന് വന്നു. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു EAH. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു EA എന്താണ്? ഈ ഐഡൻറ്റിറ്റിയാണ്. സോ EA A തന്നെയാണ്. സോ AH എന്ന് വന്നു. അപ്പോൾ എന്ത് കിട്ടി? HAH ഇസ് ഈക്വൽ ടു AH എന്ന് വന്നു. ഇപ്പോൾ രണ്ട് ലെഫ്റ്റ് കോസെറ്റ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? A belongs to HAH എന്ന് പറയാം. അതായത് വേണ്ട, തിരിച്ചു പറയാം, അതായിരിക്കും ഈസി. HA belongs to AH എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? HA is equal to AH dash for some H dash in H എന്ന് പറയാം അല്ലേ? കാരണം HA എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് കോസെറ്റിലുണ്ടെന്ന് കിട്ടിയത്. അപ്പോൾ HA എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് സിംപ്ലൈസ് ദാറ്റ് ഞാൻ ഇക്വേഷന് രണ്ട് സൈഡിൽ നിന്നും എന്താണ് ലെഫ്റ്റിൽ A ഇൻവേഴ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? A ഇൻവേഴ്സ് HA ഈക്വൽ ടു H ഡാഷ് എന്ന് വരും അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? ഈ H ഡാഷ് എവിടെയുള്ളതാണ്? എച്ചിലുള്ളത്. അപ്പോൾ A ഇൻവേഴ്സ് HA belongs to what? H എന്ന് കിട്ടി. അതായത് ഫോർ എനി H in H A inverse HA belongs to H എന്ന് കിട്ടി. ആൻഡ് A belongs to G ആർബിട്രറിലി ചൂസ് ചെയ്ത നമ്പർ ആയിരുന്നു. സോ നമ്മൾക്ക് എന്ത് പറയാം? ഫോർ ഓൾ
A in G, A inverse HA belongs to what? H എന്ന് പറയാം. ആൻഡ് ഈ എലമെൻറ്റ്സ് ഒക്കെ എവിടെ ഉണ്ടായിരിക്കും? എവിടെയുള്ള എലമെൻറ്റ്സ് ആണ്? എ ഇൻവേഴ്സ് എച്ച് എയിലുള്ള എലമെൻറ്റ്സ് ആണ് അല്ലേ? സോ നമ്മൾക്ക് എന്ത് പറയാം? എ ഇൻവേഴ്സ് എച്ച് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച് ഫോർ ഓൾ എ ഇൻ ജി എന്ന് പറയാം. ആണല്ലോ. അപ്പോൾ നമ്മൾക്ക് അറിയുന്ന ആ ഒരു ഫോമിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എക്ക് പകരം എ ഇൻവേഴ്സ് കൊടുക്കുക. ദിസ് ഈസ് ട്രൂ ഫോർ ഓൾ എ ഇൻ ജി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്നത് എ ഇൻവേഴ്സിനും ട്രൂ ആവണ്ടേ? അപ്പോൾ ഞാൻ എക്ക് പകരം എ ഇൻവേഴ്സ് എന്ന് കൊടുത്താൽ എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എച്ച് എ ഇൻവേഴ്സ് എന്ന് വരും, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച് എന്ന് വരും. ഇനി ഇതെന്താണ്? എ ഇൻവേഴ്സ് ഓൾ ഇൻവേഴ്സ് എന്താണ്? എ. അപ്പോൾ എ ഇൻവേഴ്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എച്ച് ഫോർ ഓൾ എ ഇൻ ജി എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. സോ എച്ച് ഈസ് നോർമൽ. ഓക്കെ. അപ്പം നമ്മളിവിടെ ആകെ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ ഒരു ഓപ്പറേഷൻ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്. ഏത് ലെഫ്റ്റ് കോസെറ്റ് എടുത്തു കഴിഞ്ഞാലും എ എച്ച് ബി എച്ച് ഈക്വൽ ടു എ ബി എച്ച് ആയിരിക്കും. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ ഏതെങ്കിലും ഒരു സബ് ഗ്രൂപ്പ് എച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സബ് ഗ്രൂപ്പിൻ്റെ എല്ലാ കോസെറ്റ്സും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്താണ്? എച്ച് നോർമൽ ആയിരിക്കും. ആൻഡ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വി മസ്റ്റ് ഷോ ദാറ്റ് തൊട്ടുള്ളത് വേണ്ട. ഇഫ് എ ബിലോങ്സ് ടു ജി, ലെറ്റ് എ ബിലോങ്സ് ടു ജി ആൻഡ് ലെറ്റ് എച്ച് ബിലോങ്സ് ടു എച്ച്, അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ. എന്നിട്ട് റിമൈനിങ് ഞാൻ എഴുതിയിരിക്കുന്ന സ്റ്റെപ്സ് അങ്ങ് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇപ്പം ഈ നമ്മൾ പ്രൂവ് ചെയ്ത റിസൾട്ടും ഇപ്പോൾ പ്രൂവ് ചെയ്തിരിക്കുന്ന ഈ റിസൾട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് എന്ത് പറയാം? എ സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് ജി ഈസ് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ജി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ എച്ച് ബി എച്ച് ഈക്വൽ ടു എ ബി എച്ച് ഫോർ ഓൾ എ ബി ഇൻ ജി. ഓക്കെ. ഇപ്പോൾ ഒരു സബ് ഗ്രൂപ്പ് നോർമൽ ആവാനുള്ളൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് എന്ത്? എ എച്ച് ബി എച്ച് ഇസ് ഈക്വൽ ടു എ ബി എച്ച് ഫോർ ഓൾ എ ബി ഇൻ ജി. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് എന്താണ്? കുറേ എക്സാമ്പിൾസ് ആണ് ഇനി ഫുള്ള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, കൺസിഡർ 4Z വിച്ച് ഇസ് ദ സെറ്റ് ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 4. 4ൻ്റെ എല്ലാ മൾട്ടിപ്പിൾസിൻ്റെയും കളക്ഷൻ എടുക്കുക. അതാണ് 4Z. അതായത് ഇതൊക്കെ വരും 0 ± 4 ± 8 ± 16 എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇസഡ് എന്താണ്? വിച്ച് ഇസ് അബീലിയൻ. അപ്പോൾ അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. അപ്പോൾ 4Z എന്താണ്? നോർമൽ സബ് ഗ്രൂപ്പാണ് ഇസഡിൻ്റെ. അപ്പോൾ എന്തായിരിക്കും ഇസഡ് ഓവർ 4Z എന്ന് പറഞ്ഞ് ഈ ഒരു ഫാക്ടർ ഗ്രൂപ്പ് എന്നാണ് നോക്കാൻ പോകുന്നത്. സോ കൺസിഡർ ദ ലെഫ്റ്റ് കോസെറ്റ്സ് ഓഫ് 4Z. ഓക്കെ. ഇൻ ഇസഡ് ഇപ്പോൾ 0 ± 4Z എന്ന് പറഞ്ഞാൽ 4Z ഇറ്റ് സെൽഫ് വരും. 1 + 4Z എന്ന് പറഞ്ഞാൽ എന്ത് വരും? -11 അല്ലേ? -12 + 1 -11 വരും. -8 + 1 -7 വരും. -4 + 1 -3 വരും. 0 + 1 1 വരും. 4 + 1 5 വരും. 8 + 1 9 വരും. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും അല്ലേ? അതുപോലെ 2 + 4Z എന്ന് പറയുന്നത് നമുക്ക് -10 -6 -2 2 4 6 10 എക്സെട്ര വരും. 3 + 4Z എന്ന് പറയുന്നത് എന്ത് വരും? എക്സെട്ര -9 -5 -7 -1 3 7 11 എക്സെട്ര വരും അല്ലേ? ഇനി ഇതല്ലാതെ ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതല്ലാതെ വേറെ ഏതെങ്കിലും ലെഫ്റ്റ് കോസെറ്റ് വരുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൺസിഡർ k + 4Z ഫോർ സം k in z. ഏതെങ്കിലും ഒരു ഇൻറ്റിജർ k കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ഇൻറ്റിജറിന് എന്തായാലും എന്താണ്? ആ ഇൻറ്റിജറിന് കറസ്പോണ്ടിങ് യുണീക്ക് integers q r exist ചെയ്യും such that k is equal to 4q plus r.
ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഡിവിഷൻ ആൽഗരിതം അങ്ങനെ എന്തോ ആണ് വരുന്നത്, ഒരു റിസൾട്ടായിട്ട് തന്നെ ഉണ്ട്. അല്ലാതെ തന്നെ നമുക്കറിയാം കേനെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ കിട്ടുന്ന റിമൈൻഡറാണ് 6. അപ്പോൾ നമുക്ക് കേനെ 4³ + 6 എന്ന് എഴുതാം ഫോർ സം ഇൻറ്റിജർ q. അപ്പോൾ ഈ 6 വേരീസ് ഫ്രം എന്തായിരിക്കും 0 to 4 ആയിരിക്കും. 4 വാല്യൂ വരത്തില്ല. 6 ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 4 ആയിരിക്കും. ഇനി കൺസിഡർ k+4z. k+4z എന്ന് പറയുന്നത് എന്താണ്? k എന്ന് പറയുന്നത് 4³ + r. അപ്പോൾ 4³ + r + 4z എന്ന് വരും. ഇനി നമ്മളുടെ റൂൾ പ്രകാരം നമുക്കിതിനെ എങ്ങനെ എഴുതാം? 4³ + 4z + r + 4z എന്ന് എഴുതാം. ഇനി 4q എന്താണ്? 4ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. അപ്പോൾ അത് എവിടെ ഉണ്ടായിരിക്കും? 4z-ലുണ്ടായിരിക്കും. അപ്പോൾ ഇതെന്തായി തീർന്നു? ദിസ് ഈസ് ഐഡൻറ്റിറ്റി അല്ലേ? ഇതെന്താണ്? ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി + r + 4z എന്താണ്? r + 4z തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ്, നമ്മൾക്ക് ഏത് ഇൻറ്റിജർ k എടുത്താലും ആ kനെ നമുക്ക് 4q + r എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ കൊസറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? r + 4z-ന് ഈക്വൽ ആയിരിക്കും. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഏതൊക്കെ കൊസറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ, ഏതെല്ലാം റിമൈൻഡേഴ്സ് വരുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് കൊസറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഇൻറ്റിജറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയുള്ളൂ? 0, 1, 2, 3. അപ്പോൾ ഈ റിമൈൻഡേഴ്സ്, ഈ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്ന കൊസറ്റ്സ് മാത്രമേ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളതുള്ളൂ. ഇനി വേറെ ഏത് കൊസറ്റ്, വേറെ ഏത് ഇൻറ്റിജറിൻ്റെ കൊസറ്റ് എടുത്താലും അത് ഈ കൊസറ്റ്സിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കൊസറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ z/4z എന്താണ്? 0 + 4z, 1 + 4z, 2 + 4z, 3 + 4z. ഇതാണ് ആ ഒരു ഫാക്ടർ ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു കെയ്ലി ടേബിൾ നോക്കാം. അത് ഓപ്പറേഷൻ ടേബിൾ ഒന്ന് നോക്കാം. ഇപ്പോൾ 0 + 4z, ഇപ്പോൾ ഞാൻ എലമെൻറ്റ്സ് ഇത് എഴുതിയിരിക്കുന്നത് z/4z-ലുള്ള എലമെൻറ്റ്സ് ആണ്. 0 + 4z-ുമായിട്ട് ഈ ഇവിടെയുള്ള ഏത് എലമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്താലും സെയിം എലമെൻറ്റ് തന്നെയാണ് കിട്ടുക. കാരണം എന്താ? 0 + 4z ഐഡൻറ്റിറ്റി ആയതുകൊണ്ട്. സോ 0 + 4z, 1 + 4z, 2 + 4z, 3 + 4z. ഇനി അടുത്തത് 1 + 4z എടുക്കാം. 1 + 4z-ഉം 0 + 4z-ഉം ഓപ്പറേറ്റ് ചെയ്താൽ എന്താണ്? 1 + 4z വരും. ഇതുപോലെ 1 + 4z-ഉം 1 + 4z-ഉം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? 1 + 4z + 1 + 4z ഈക്വൽ ടു എന്താണ്? 1 + 1 + 4z വരും. അതായത് 2 + 4z. ഇങ്ങനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്താണ്? ഈ ടേബിളിലുള്ള റിമൈനിങ് ടേംസും കിട്ടും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്വയം ഇതൊന്ന് സോൾവ് ചെയ്ത് എഴുതാൻ നോക്കുക. ഓപ്പറേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ളത് അറിയാമല്ലോ. നൗ നോക്കിക്കേ, ഈ എഴുതിയിരിക്കുന്ന ടേബിള് ഞാൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. ഇതിനെ 0 എന്ന് എഴുതുന്നു, ഇതിനെ ഞാൻ 1 എന്ന് എഴുതുന്നു. 1, 0, 1, 2, 3. അപ്പോൾ ഇവിടെ 0, 1, 2, 3 എന്ന് വന്നു. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ടേബിൾ എന്താണോ അത് തന്നെയാണ് നമ്മൾക്ക് Z4 അഡിഷൻ മോഡുലോ 4-ലോ കേലി ടേബിളായിട്ട് വരുന്നത്. ആൻഡ് ഈ Z/4z-ലും 4 എലമെൻറ്റ്സ് ഉണ്ട്, Z4-ലും 4 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഓപ്പറേഷൻ ടേബിൾ സെയിം ആണ്. എന്താണ്? സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ കറസ്പോണ്ടിങ് ടേംസ് ഞാനിപ്പം പറഞ്ഞ രീതിയിൽ മാപ്പ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് 0 + 4z-നെ 0 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, 1 + 4z-നെ 1 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, 2 + 4z-നെ 2 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, 3 + 4z-നെ 3 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ നമ്മൾക്ക് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന Z/4z എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് എന്ത് തന്നെ, ആ ഒരു ഫാക്ടർ ഗ്രൂപ്പ് എന്ത് തന്നെ ആയിത്തീരുന്നു? Z4 ആയിത്തീരുന്നു. അതായത് ഈ ഒരു ഫാക്ടർ ഗ്രൂപ്പ് ഐസോമോർഫിക് ടു Z4 ആണ്. ഇൻ ജനറൽ ഇവിടെ ഞാനിപ്പോൾ 4 വെച്ച് പറഞ്ഞത് എന്താണോ അത് നമ്മൾക്ക് ജസ്റ്റ് n, ഏത് ഇൻറ്റിജർ എന്നിലും പറയാൻ പറ്റും. അതായത് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n greater than 0,
Z over NZ, Z over NZ is equal to this set and this set is isomorphic to Zn. ഓക്കെ, ഇവിടെ Zn എങ്ങനെയാണ്, ഏത് ഓപ്പറേഷനാണ് കൺസിഡർ ചെയ്യേണ്ടത്? അഡിഷൻ മോഡുലോ n. ഓക്കെ, ഇപ്പോൾ ഇവിടെ എങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ വരിക? ഈ എലമെൻറ്റിനെ 0 ആയിട്ട് 1 പ്ലസ് NZ-നെ 1 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് n-1 പ്ലസ് NZ-നെ n-1 ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന സെറ്റ് ഏതാണ്? Zn ആണ് അല്ലേ? ഓപ്പറേഷനും സെയിം ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ ഒരു ഫാക്ടർ ഗ്രൂപ്പ് Zn-നോട് എപ്പോഴും ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ചില ടെക്സ്റ്റുകളിലൊക്കെ Zn-നെ ഇതാ ഇങ്ങനെയും കൺസിഡർ ചെയ്യുന്നത്. നൗ നമുക്കിനി അടുത്ത എക്സാമ്പിളിലോട്ട് പോവാം. Let G is equal to Z18 and H എന്ന് പറയുന്നത് ജിയിൽ 6 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പ്. അപ്പോൾ ഏതൊക്കെ വരും? 0 വരും, 6ഉം വരും. അടുത്തത് 6 + 6 വരും. 6 അഡീഷൻ മോഡുലോ 18 6 വരും. അതെന്താണ്? 6 + 6 12. 12 മോഡ് 18 എന്താണ്? 12 തന്നെയാണ്. സോ ഇത് 12. ഇനി അടുത്തത് 6 അഡീഷൻ മോഡുലോ 18 6 അഡീഷൻ മോഡുലോ 18 6. 6 + 6 + 6 എന്താണ്? നമ്മൾക്ക് 18 ആണ്. 18 അഡീഷൻ മോഡുലോ 18 എന്താണ്? 0 ആണ്. അപ്പോൾ ഇത് 6 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ പിന്നെ ഒരു എലമെൻറ്റും കൂടിയുള്ളൂ 12. ഓക്കെ, ഇപ്പോൾ 0 6 12 ഇതാണ് 6 ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൽ വരുന്ന എലമെൻറ്റ്സ്. ഓക്കെ, Z18 അബീലിയൻ ആണ്, അതുകൊണ്ട് അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും എന്തായിരിക്കും? നോർമലായിരിക്കും. സോ ഈ ഒരു സബ് ഗ്രൂപ്പും എന്താണ്? നോർമലാണ്. ഇനി കോസെറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 0 + H 0 6 12 വരും. 1 + H 2 + H 3 + H 4 + H 5 + H വരും. ഇനി അടുത്തത് ഞാൻ 6 + H എടുത്തു എന്ന് കരുതുക. 6 + H എന്തിന് ഈക്വൽ ആയിരിക്കും? ഇതാ ഈ കോസെറ്റിൽ 6 വരുന്നില്ലേ? സോ 6 + H ഇതിന് ഈക്വൽ ആയിരിക്കും. ഇനി ഈ എഴുതിയിരിക്കുന്ന സെറ്റ്സിലെ അല്ലാതൊരു എലമെൻറ്റ് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. Z18 ഒന്നുമില്ല. ജസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. Z18 എല്ലാ എലമെൻറ്റ്സും ഇതിൽ ഏതെങ്കിലും ഒരു സെറ്റിൽ തന്നെ വരുന്നുണ്ട്. സോ ഇത്ര കോസെറ്റ്സ് മാത്രമേ ആ ഒരു ഫാക്ടർ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. ഇനി ജസ്റ്റ് ആ ഒരു ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. 5 + H + 4 + H. ഇപ്പോൾ നമ്മൾ AH BH. അപ്പോൾ ഓപ്പറേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? AH BH = ABH. അപ്പോൾ അത് പ്രകാരം 5 + H + 4 + H = 5 അഡിഷൻ മോഡുലോ 18 4. ഇവിടെ വരുന്ന ഓപ്പറേഷൻ എയും ബിയും തമ്മിലുള്ള ആ ഒരു ഓപ്പറേഷൻ എടുക്കണം നമ്മൾക്ക്. ജിയിലുള്ള ഓപ്പറേഷൻ പ്ലസ് H എന്ന് വരും. ഇനി 5 + 4 എന്താണ്? 9. 9 മോഡ് 18 എന്താണ്? 9 തന്നെയാണ് വരുന്നത്. സോ 9 + H എന്ന് വന്നു. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്? 9 + H ആണ്. ഇനി ഈ ലിസ്റ്റിൽ 9 + H നമ്മൾക്കില്ലല്ലോ. അപ്പോൾ 9 + Hനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 6 + 3 എന്ന് എഴുതാമല്ലോ അല്ലേ? 3 അഡീഷൻ മോഡുലോ 18. ഇപ്പോൾ ഇവിടെ അഡീഷൻ മോഡുലോ 18 കൊടുത്തിട്ടില്ലെങ്കിലും ജസ്റ്റ് അഡീഷനാണ് കൊടുത്തതെങ്കിലും മൈൻഡിൽ വെക്കുക. 3ഉം 6ഉം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ജിയിൽ ഓപ്പറേഷൻ എന്താണോ അത് വേണം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 3 + 6 + H എന്ന് എഴുതാം. ഇനി നോക്കുക, ഇതിനെ 3 + 6 + H എന്ന് എഴുതാം. H നമ്മൾക്ക് എന്തായിരുന്നു? H നോക്കിക്കേ, 0 6 12. അപ്പോൾ അതെന്തായി തീർന്നു? ഐഡൻറ്റിറ്റി അല്ലേ? 6 Hൽ വരുന്നത് കൊണ്ട് 6 + H എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 0 + H തന്നെയാണ്. സോ 3 + 6 + H എന്നത് എന്തായി തീർന്നു നമ്മൾക്ക്? 3 + H. ഓക്കെ, അതായത് 5 + H + 4 + H എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 3 + Hന് ഈക്വലാണ്. അപ്പോൾ മൈൻഡിൽ വെക്കുക, ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 9 + Hൽ സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം നമ്മൾക്ക് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിങ്ങനെയാണ് എലമെൻറ്റ്സിനെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിൽ 9 + H ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കറക്റ്റ് എടുത്ത് എഴുതിയിട്ടില്ല. സോ നമ്മൾക്ക് എന്താണ് ഈ ലിസ്റ്റിലുള്ള കോസെറ്റ്സിൻ്റെ ഫോമിലോട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണോ പോസിബിൾ ആവുന്നത് ആ രീതിയിൽ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? എച്ചിലുള്ളൊരു എലമെൻ്റാണ് 6. അപ്പോൾ 9 എനിക്ക് 6 + 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഞാൻ 3 + 6 + H എന്ന് എഴുതി. അതിൽ 6 + H ഐഡൻറ്റിറ്റിയാണ്. സോ ആ 6നെ നമ്മൾക്ക് ക്യാൻസൽ ചെയ്തിട്ട് 3 + H എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പറേഷൻ. ആൻഡ് ഒരു കാര്യം കൂടെ മൈൻഡിൽ വെക്കുക, നമ്മൾ സാധാരണ ഒരു എലമെൻറ്റിൻ്റെ ഓർഡർ എങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് ഡിനോട്ട് ചെയ്യാറ്. ഇങ്ങനെ ഡിനോട്ട് ചെയ്താൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? എയുടെ ഓർഡർ. ആൻഡ് ഒരു സെറ്റ്, ഇപ്പം എ എന്ന് പറയുന്നൊരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ സെറ്റിൻ്റെ കാർഡിനാലിറ്റി നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതെന്താണ് മീൻ ചെയ്യുന്നത്? കാർഡിനാലിറ്റി ഓഫ് എ. ഇനി ഈ എച്ച് എന്ന് പറയുന്ന എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾക്ക് ജിയുടെ സബ്സെറ്റായിട്ടും കൺസിഡർ ചെയ്യാം, ജി ഓവർ എച്ചിലുള്ള ഒരു എലമെൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? ഇത് പ്രകാരമാണെങ്കിൽ എ എച്ചിൻ്റെ കാർഡിനാലിറ്റി ആയിത്തീരും. ഈ എഴുതിയിരിക്കുന്ന പ്രകാരമാണെങ്കിൽ എയുടെ ഓർഡർ, അതായത് എ എച്ചിൻ്റെ ഓർഡർ ആയിത്തീരും അല്ലേ? ഇതിൽ ഏതെടുക്കും എന്നതാണ് ക്വസ്റ്റ്യൻ. നമ്മൾക്ക് ആ ഓരോ സിറ്റുവേഷനനുസരിച്ച് ഏതാണോ വരുന്നത് ആ ഒരു രീതിയിൽ അങ്ങ് ചൂസ് ചെയ്യാണ് വേണ്ടത്. മൈൻഡിൽ എത്രയും വെച്ചാൽ മതി. ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്, എപ്പോഴും മീൻ ചെയ്യുന്നത് എ എച്ച് എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ എന്നോ അല്ലെങ്കിൽ എ എച്ച് എന്ന് പറയുന്ന സെറ്റിൻ്റെ കാർഡിനാലിറ്റി എന്നല്ല. ഏതാണ് സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻസ് അനുസരിച്ചായിരിക്കും ആ ഒരു നൊട്ടേഷൻ്റെ മീനിങ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് എ എച്ചിൻ്റെ ഓർഡർ എഴുതൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓർഡർ ഓഫ് എ എച്ച് എന്നായിരിക്കും നൊട്ടേഷൻ. ഇനി എ എച്ചിൻ്റെ കാർഡിനാലിറ്റി എഴുതൂ എന്നാണെങ്കിൽ നിങ്ങൾ എഴുതി ദിസ് ഇസ് ഈക്വൽ ടു 6 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ എ എച്ചിൻ്റെ കാർഡിനാലിറ്റിയാണ് നിങ്ങൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ എവിടെയെങ്കിലും റീഡ് ചെയ്യുന്നേരം ആ സിറ്റുവേഷൻ ഏതാണെന്ന് നോക്കിയിട്ട് വേണം അതിൻ്റെ ആക്ച്വൽ മീനിങ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഉണ്ട്, ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു ടേബിൾ കൂടെ വെച്ചിട്ടൊന്ന് റെഫർ ചെയ്യുക. ഈ ഒരു ടേബിളിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുൻപേ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് D4 എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. D4ൽ R0 എന്ന് പറയുന്നത് എന്താണ്? 0 റൊട്ടേഷൻ. R90 എന്ന് പറയുമ്പോൾ ഈ ഒരു സ്ക്വയറിന് 90 ഡിഗ്രിയിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? നമ്മൾക്ക് 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നേരം ജി ഈ ഒരു പൊസിഷനിലോട്ട് വരും. എല്ലാം തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പൊസിഷനിൽ തൊട്ടടുത്ത സ്റ്റെപ്പിലോട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചേഞ്ച് ചെയ്യണം. അപ്പോൾ എന്ത് വരും? GYBR എന്ന് കിട്ടും. R180 എന്ന് പറയുന്നത് എന്താ വേണ്ടത്? നമ്മൾ ഈ ഒരു സ്ക്വയറിനെ 180 ഡിഗ്രി, അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ ഇതെന്താണ് ഇവിടെ? ഓക്കെ, ഇതാണ് സ്ക്വയർ എന്ന് കരുതുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ലൈന് വരയ്ക്കുക. അപ്പം 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതാണല്ലോ 90 ഡിഗ്രി നമുക്ക് ഈ ഒരു ഇതിൽ റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഈ ഒരു സ്ക്വയറിനെ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ, ഇനി 180 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടുന്ന് മെഷർ ചെയ്യുക, എബൌട്ട് ദിസിൽ മെഷർ ചെയ്യുക. അപ്പോൾ 180 എന്ന് പറയുന്നേരം എന്താണ്? 90യും വരണം, പിന്നെ ഒരു 90 കൂടെ വരണം. അപ്പോൾ ഈ പോയിന്റിനെ അങ്ങനെ തന്നെ എടുത്ത് ഇവിടേക്ക് മാറ്റുക. ഇനി R270 എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ മെഷർ ചെയ്യണം. നിങ്ങൾ ഒരു ലൈന് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ മെഷർ ചെയ്യണം. ഇപ്പോൾ 270 എന്ന് പറയുമ്പോൾ എന്ത് വരും? 90 90 90 വരും. അപ്പോൾ എന്ത് വേണം? ഇവിടെയുള്ള പോയിന്റിനെ ഇങ്ങനെ തന്നെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, ഇതാണ് R270 എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും റൊട്ടേഷൻസേ ഉള്ളൂ. കാരണം എന്താ? ഇനിയൊരു റൊട്ടേഷൻ കൂടി, ഒരു 90 ഡിഗ്രി കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? ഫസ്റ്റിലത്തെ സ്ക്വയറിൻ്റെ പൊസിഷനിൽ തന്നെ വരും അല്ലേ? അപ്പോൾ ഇത്ര റൊട്ടേഷൻസേ നമ്മൾക്ക് വരുന്നുള്ളൂ. ഇനി എന്തൊക്കെ പോസിബിലിറ്റീസാണ് ഉള്ളതെന്ന് നോക്കണം. നമ്മൾക്ക് ഈ ഒരു സ്ക്വയറിനെ എബൌട്ട് ഹൊറിസോണ്ടൽ ലൈനിൽ എന്ത് ചെയ്യുക? റിഫ്ലക്റ്റ് ചെയ്യുക, ഫ്ലിപ്പ് ചെയ്യുക അല്ലേ? അപ്പോൾ ഒരു എലമെൻ്റ് കിട്ടും. ഇനി എബൌട്ട് വെർട്ടിക്കൽ ലൈനിൽ ഫ്ലിപ്പ് ചെയ്യാം. ഓക്കെ, ഇനി എബൌട്ട് ദിസ് ഡയഗണലിൽ ഫ്ലിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എബൌട്ട് ദിസ് ഡയഗണലിൽ ഫ്ലിപ്പ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ നോക്കിക്കേ, ഇവിടെ എച്ചും വിയും ഡിയും ഡി ഡാഷും വന്നത്. എച്ച് എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ എബൌട്ട് ഹൊറിസോണ്ടലിൽ നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ജി വൈയുടെ പൊസിഷനിലും വൈ ജിയുടെ പൊസിഷനിലും പോവും, ബി ആറിൻ്റെ പൊസിഷനിലും ആറ് ബിയുടെ പൊസിഷനിലും പോവും.
ഓക്കെ, ഇതുപോലെ വെർട്ടിക്കൽ ലൈനിൽ റൊട്ടേറ്റ് ചെയ്യുന്നേരം ബി ജി ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടും, ആർ വൈ ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടും. അങ്ങനെ ഓരോന്നും ഡയഗണലിൽ ഇപ്പോൾ എബൌട്ട് ദിസ് ഡയഗണലിൽ റൊട്ടേറ്റ് ചെയ്താലാണ് ഡി കിട്ടുന്നത്. അപ്പോൾ എന്ത് വരും? എബൌട്ട് ഡയഗണലിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആറും ജിയും പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഇനി എബൌട്ട് സെക്കൻഡ് ഡയഗണലിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ ബിയും വൈയും പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അവർ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ D4ലുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഈ ഒരു ഡയഗ്രാം വെച്ച് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ആ ഒരു ഓപ്പറേഷനും ഓരോ എലമെൻറ്റും തമ്മിലുള്ള ഓപ്പറേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ എന്താണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചാൽ കെ എന്ന് പറയുന്നത് R0ഉം R180യും വരുന്ന സബ് ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു സബ് ഗ്രൂപ്പാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു സബ് ഗ്രൂപ്പ് കൺസിഡർ ചെയ്തിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ കെ എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് D4 ആണ്. അപ്പോൾ കെ ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് D4. ഇനി നമ്മൾക്ക് എന്താണ് ഇവിടെ ആ ലെഫ്റ്റ് കോസെറ്റ്സ് ഏതാണെന്നും ഫാക്ടർ ഗ്രൂപ്പിൽ ഏതെല്ലാം എലമെൻറ്റ്സ് വരുമെന്നൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും എലമെൻറ്റ്സേ വരത്തുള്ളൂ. ഫസ്റ്റ് വൺ ആ ഒരു ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്, സബ് ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് വരും. പിന്നെ R90 വരും. ഇതിലില്ലാത്തൊരു എലമെൻറ്റ് വേണം നമ്മൾ അടുത്തതെടുക്കാൻ. R90 എടുത്തു. R90K എന്ന് പറയുന്നത് എന്ത് വരും? R90യും R0ഉം R90 R180 ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടേബിൾ നോക്കിയിട്ട് R90 R0 ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് R90 R0 എന്ന് പറഞ്ഞാൽ R90 തന്നെ. ഇനി ഈ ടേബിൾ നോക്കുക, R90യും R270യും ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? R90യും R180യും ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ R90 R180 ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നോക്കി R270 കിട്ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് ഇതിൽ രണ്ടിലും ഇല്ലാത്തൊരു എലമെൻ്റ് എടുക്കണം. റൊട്ടേഷൻസ് ഒക്കെ ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയില്ലേ? നോക്കി എത്ര റൊട്ടേഷൻസേ ഉള്ളൂ. അത് ഈ രണ്ട് സെറ്റിലായിട്ട് വന്നു. ഇനി അടുത്തത് ഞാൻ ഡയഗണൽ ആ ഒരു എബൌട്ട് ഡയഗണലുള്ള റിഫ്ലക്ഷൻ ചെയ്തപ്പോൾ കിട്ടിയ ഫ്ലിപ്പ് ചെയ്തപ്പോൾ കിട്ടിയ എലമെൻറ്റ് D ചൂസ് ചെയ്തു. അപ്പോൾ DK എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യണം. അപ്പോൾ DK എന്ന് പറയുന്നത് എന്താ വരിക? DR0 DR180. ഓക്കെ, ഇനി R0 ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് DR0 D തന്നെ വരും. ഇനി DR180 D ചൂസ് ചെയ്തു. ഇനി അടുത്ത ആരാണ്? 180. അപ്പോൾ നോക്കിക്കേ D' കിട്ടി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ DKയിൽ Dയും D' വന്നു. ഇനി HK എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ലൈനിൽ എബൌട്ട് ഹൊറിസോണ്ടൽ ലൈനിൽ ഫ്ലിപ്പ് ചെയ്യുക. അപ്പോൾ HK എന്ന് പറയുന്നത് HR0 H180 ആണ് വരേണ്ടത്. സോറി, HR180. R0 ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് HR0 H തന്നെ. ഇനി HR180 നോക്കണം. HR180 V കിട്ടി. സോ V എഴുതി. ഇപ്പം ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കോസെറ്റ്സ് നോക്കുമ്പോൾ നമ്മൾക്ക് D4ലുള്ള എല്ലാ എലമെൻറ്റ്സും ഇതിൽ ഓരോന്നിലായിട്ട് വരുന്നുണ്ട്. സോ ഇനി വേറെ കോസെറ്റ്സ് ഒന്നും തന്നെയില്ല. അപ്പോൾ ഇത് ഫാക്ടർ ഗ്രൂപ്പ് D4 ഓവർ കെയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? K, R90K, DK, HK. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ആ ഒരു ഓപ്പറേഷനും ഒന്ന് എഴുതിയെന്ന് മാത്രം. അത് നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്താണ്, ഏത് റൂള് വെച്ച് നോക്കണം? AH BH = ABH എന്ന് പറയുന്ന റൂള് വെച്ചിട്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ കൺസിഡർ R90K HK. ഇപ്പോൾ ഈ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു R90 HK. ഇനി R90H അത് രണ്ടും ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെൻ്റ് ഏതാണെന്ന് ഈ ടേബിളിൽ നോക്കുക. R90 ഇതാണ്, H ഇതാ ഇവിടെ. അപ്പോൾ R90 H ഓപ്പറേറ്റ് ചെയ്തപ്പോൾ D' കിട്ടി. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? D' K എന്ന് വരും. ഇനി D' K ഏത് ലെഫ്റ്റ് കോസെറ്റാണെന്ന് മനസ്സിലാക്കണ്ടേ? ഈ ലിസ്റ്റ് ചെയ്തതിൽ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ അതിൽ ഏതെല്ലാം D' വരുന്നില്ല. റൈറ്റ് സൈഡ് നോക്കുക. അപ്പോൾ നോക്കിക്കുക, ഈ സെറ്റിലാണ് D' വരുന്നത്. അപ്പോൾ D' K എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് കോസെറ്റ് ആയിരിക്കാം. അപ്പോൾ എന്താണ്? ദിസ് ഇസ് ഈക്വൽ ടു EK. അപ്പോൾ നോക്കി ഇത് തന്നെയാണ് നമ്മൾ ടേബിളിൽ കൊടുത്തേക്കുന്നത്. R90K
HK ഓപ്പറേറ്റ് ചെയ്തപ്പോൾ DK കിട്ടി. ഓക്കെ, ഇതുപോലെ നമ്മൾക്ക് ഓരോന്നും ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് ജസ്റ്റ് വെരിഫൈ ചെയ്യാം. ഓക്കെ, നിങ്ങൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമ്മൾ അടുത്തത് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ലെറ്റ് G is equal to U of 32. U of 32 എന്ന് വെച്ചാൽ എന്താണ്? 32വിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള, അതിനേക്കാൾ ലെസ്സർ ആയിട്ടുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ 1, 3, 5, 7, 9, 11, 13, 15, 17, 19, 21, 23, 25, 27, 29, 39. ഇതൊക്കെയാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്, ഈ ഒരു ഗ്രൂപ്പിൽ. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ ഒരു സബ് ഗ്രൂപ്പായ U1632 കൺസിഡർ ചെയ്യുന്നു. U1632 എങ്ങനെയാണ്? ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് 1 mod 16 ആവുന്ന നമ്പേഴ്സ് ഏതാണെന്ന് നോക്കുക. അത് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഏതെല്ലാമാണ് 4, 16 + 1 എന്ന് പറയുന്ന ഫോമിൽ വരുന്നത്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്യുക? 16ൻ്റെ മൾട്ടിപ്പിൾ എഴുതുക. അപ്പോൾ 0 വരും, 16 വരും, 32 വരും. 32 കഴിഞ്ഞിട്ടുള്ളത് നമ്മൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്? അതൊന്നും ഈ സെറ്റിൽ വരുന്നില്ല. ഇനി +1 ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1ഉം 17ഉം വരും. അപ്പോൾ നോക്കിക്കേ, 1, 17. ഇതായിരിക്കും ഈ സബ് ഗ്രൂപ്പിലുണ്ടായിരിക്കുക. U of 32 അബീലിയൻ ആണ്. സോ അതിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും എന്തായിരിക്കും? നോർമൽ ആയിരിക്കും. സോ ഈ H ഈ Gയുടെ നോർമൽ സബ് ഗ്രൂപ്പാണ്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് കോസെറ്റ്സ്, ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ് ഏതൊക്കെയാണ് നോക്കുന്നേരം 1H വരും, 3H വരും, 5H വരും, 7H, 9H, 11H, 13H, 15H വരും. ലെഫ്റ്റ് കോസെറ്റ്സ് ലിസ്റ്റ് ചെയ്യാൻ പറയുക വെച്ചാൽ എന്ത് ചെയ്താൽ മതി വെച്ചാൽ ഫസ്റ്റ് H എഴുതുക. അതാണ് നമുക്ക് ഐഡൻറ്റിറ്റി H ആയിട്ട് വരുന്നത്. ഇനി 117ഇല്ലാത്ത തൊട്ടടുത്ത നമ്പർ ഗ്രൂപ്പിൽ നിന്ന് എടുക്കുക. അപ്പോൾ 3 എടുത്തില്ലേ? 1 കഴിഞ്ഞാൽ 3. 3H എന്താണെന്ന് നോക്കുക. 319 കിട്ടി. ഇനി 3Hലും Hലും ഇല്ലാത്ത ഗ്രൂപ്പിലെ തൊട്ടടുത്ത നമ്പർ എടുക്കുക, 5. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് 7, 9, 11 വന്നു, 13 വന്നു, 15 വന്നു. ഇനി അടുത്തത് 17 നമ്മൾക്ക് എവിടെ വരുന്നുണ്ട്? Hൽ വരുന്നുണ്ട്. സോ അത് നമ്മൾക്ക് ഇനി എടുക്കണ്ട. അടുത്തത് 19 എടുക്കുക. 19 3Hൽ വരുന്നുണ്ട്. ഇതുപോലെ ഇനിയുള്ളതിൽ ഓരോ നമ്പറും ഓരോ കൊസെറ്റിൽ വരുന്നുണ്ട്. സോ ഈ ഡിസ്റ്റിങ്ക്റ്റ് കൊസെറ്റ്സ് ഇത്രയേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ G/Hലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? ഈ എഴുതിയിരിക്കുന്നതാണ് G/Hലുള്ള എലമെൻറ്റ്സ് ആയിട്ട് വരിക. ഇനി ഓക്കെ, ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയാവേ. നോർമൽ സബ് ഗ്രൂപ്പിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. നോർമൽ സബ് ഗ്രൂപ്പ്, ആ ഒരു എക്സാമ്പിളും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് ഈ ഒരു ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സോ GL of 2R കൺസിഡർ ചെയ്യുക. എന്താണ് ഈ ഒരു നൊട്ടേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ 2x2 മെട്രിസസ് ഓവർ R വിത്ത് ഡിറ്റർമിനൻറ്റ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനൻറ്റ്. ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആയിട്ട് വരുന്ന എല്ലാ 2x2 മെട്രിസസ്, റിയൽ എൻട്രീസ് വരുന്ന എല്ലാ 2x2 മെട്രിസസിൻ്റെയും കളക്ഷനാണ് GL of 2R വരുന്നത്. ഇനി SL of 2R എന്ന് പറയുന്നത് എന്താണ്? ഇത് ഡിറ്റർമിനൻറ്റ് 1 വരുന്ന എല്ലാ 2x2 മെട്രിസസും. അപ്പോൾ ക്ലിയർലി ഇത് നമ്മൾക്ക് സബ്സെറ്റ് ഓഫ് GL of 2R ആണ്. ആൻഡ് ഇത് സബ് ഗ്രൂപ്പ് ആണെന്ന് നമ്മൾ മുൻപേ പഠിക്കുന്നുണ്ട് ഗ്രൂപ്പിൻ്റെ സെക്ഷനിൽ. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് സബ് ഗ്രൂപ്പ് GL of 2Rൻ്റെ സബ് ഗ്രൂപ്പായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഞാൻ ഈ SL of 2Rനെ H എന്ന് ഡിനോട്ട് ചെയ്യുന്നു, GL of 2Rനെ G എന്ന് ഡിനോട്ട് ചെയ്യുന്നു. H നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G ആവാനുള്ള ഈഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്? X ഇൻവേഴ്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ H ഫോർ ഓൾ X ഇൻ G എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ട് എന്ത് പ്രൂവ് ചെയ്താലും മതി? X ഇൻവേഴ്സ് ബിലോങ്സ് ടു H for all H in H and for all X in G. കാരണം എന്താണ്? ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി തീരും? ഈ ഒരു സബ് ഗ്രൂപ്പ് തന്നെ Hൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരും അല്ലേ? അപ്പോൾ നമ്മൾക്കിതാ ഈ ഒരു എക്സ്പ്രഷൻ മാത്രമേ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ X ബിലോങ്സ് ടു Gയും എടുത്തു, H ബിലോങ്സ് ടു Hയും എടുത്തു. എന്നിട്ട് X ഇൻവേഴ്സ് കൺസിഡർ ചെയ്തു.
ഈ എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് എച്ചിൽ വരണമെങ്കിൽ ഈ എക്സ് ഇൻവേഴ്സിന് ഡിറ്റർമിനൻ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലേ? എച്ചിലുള്ള എലമെൻസിൻ്റെ എല്ലാം ഡിറ്റർമിനൻ്റ് എന്താണ്? 1 ആണ്. നൗ കൺസിഡർ ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ്. ദിസ് ഈസ് ഈക്വൽ ടു, നമ്മൾക്കറിയാം ഏത് രണ്ട് മെട്രിക്സ് എയും ബിയും എടുത്താലും ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ആണ്. ആൻഡ് ഡിറ്റർമിനൻ്റ് ഓഫ് എ ബി സി എന്ന് പറയുന്നത് നമ്മൾക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് സി എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഇവിടെ എക്സും എച്ചും എക്സ് ഇൻവേഴ്സും ഒക്കെ എന്താണ്? മെട്രിക്സസ് ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എച്ച് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഇൻവേഴ്സ്. ഇനി ഇത് ഓരോന്നും റിയൽ നമ്പർ അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഇൻവേഴ്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എച്ച് എന്ന് എഴുതാം. എക്സ് എച്ച് എക്സ് ഇൻവേഴ്സിനെ എക്സ് ഇൻവേഴ്സ് എച്ച് എന്ന് എഴുതാൻ നമ്മൾക്ക് റൂളില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്നത് റിയൽ നമ്പർ ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് എഴുതാം. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്? ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഇൻവേഴ്സിനെ എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്ന് എഴുതാം ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് എച്ച് എന്ന് വരും. ഇനി എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താണ്? ഐഡൻറ്റിറ്റിയാണ്. ആൻഡ് ഐഡൻറ്റിറ്റിന് ഡിറ്റർമിനൻ്റ് എന്താണ്? 1 ആണ്. സോ അതുപോലെ തന്നെ എക്സ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എന്താണ്? ഐഡൻറ്റിറ്റി. അതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും? അപ്പോൾ 1. സോ 1 കിട്ടി. എച്ച് ബിലോങ്സ് ടു എച്ച് ആയതുകൊണ്ട് ഡിറ്റർമിനൻ്റ് ഓഫ് എച്ച് എന്തായി? 1 ആയി. സോ ദിസ് ഇസ് ഈക്വൽ ടു 1. സോ ദിസ് ഇംപ്ലൈസ് ദാറ്റ് എക്സ് എച്ച് എക്സ് ഇൻവേഴ്സ് ബിലോങ്സ് ടു എച്ച് ഫോർ ഓൾ എച്ച് ഇൻ എച്ച് ആൻഡ് ഫോർ ഓൾ എക്സ് ഇൻ ജി. Therefore, we can say that H is a normal subgroup of G. അപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ മെട്രിസസ് വിത്ത് നോൺ സീറോ ഡിറ്റർമിനൻ്റ് കൺസിഡർ ചെയ്താൽ, അതായത് GL of 2R കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും ആര്? SL of 2R എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി ഫാക്ടർ ഗ്രൂപ്പ്സിൻ്റെയും അതിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഫാക്ടർ ഗ്രൂപ്പ്സിൻ്റെ റിസൾട്ടുകളും ആപ്ലിക്കേഷൻസൊക്കെ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.